Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ 61-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. വമാ തകൂനു ഫീ ഷൈഇൻ, താങ്കൾ ഒരു കാര്യത്തിലും ആകുന്നില്ല. വമാ തത്ലു മിൻ ഖുർആനിൻ, ഖുർആനിൽ നിന്ന് താങ്കൾ യാതൊന്നും ഓതി കേൾപ്പിക്കുന്നുമില്ല. വലാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ ആരും ഒരു പ്രവർത്തനങ്ങളും ചെയ്യുന്നുമില്ല. ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ, ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷിയായിട്ടല്ലാതെ. ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ അതിൽ ഏർപ്പെടുമ്പോൾ. വമാ യഅ്സുബു അൻ റബ്ബിക, വമാ യഅ്സുബു അൻ റബ്ബിക, നിന്റെ നാഥനിൽ നിന്ന് അകന്നു പോകുന്നില്ല, അകലുന്നില്ല. മിൻ മിസ്ഖാലി ദർറത്തിൻ, ഒരു അണുമണിയുടെ അത്ര തൂക്കം പോലും. ഫിൽ അർളി, ഭൂമിയിൽ. വലാ ഫിസ് സമാഇ, ആകാശത്തും. വലാ അസ്ഗറ മിൻ ദാലിക, അതിനേക്കാൾ ചെറുതും അല്ലാഹുവിൽ നിന്ന് മറയുന്നില്ല, അല്ലെങ്കിൽ അകലുന്നില്ല. വലാ അക്ബറ, വലുതും. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. ഒന്നുകൂടെ അർത്ഥം പറയാം. വമാ തകൂനു ഫീ ഷൈഇൻ, താങ്കൾ ഒരു കാര്യത്തിലുമാകുന്നില്ല. ഷൈഇൻ ഗൗരവമുള്ള കാര്യങ്ങൾക്കാണ് പറയുക സാധാരണ. വമാ തകൂനു ഫീ ഷൈഇൻ, താങ്കൾ ഒരു കാര്യത്തിലും ആകുന്നില്ല. വമാ തത്ലു മിൻ ഖുർആനിൻ, ഖുർആനിൽ നിന്ന് ആ വിഷയത്തിൽ താങ്കൾ ഒന്നും ഓതി കേൾപ്പിക്കുന്നുമില്ല. മാ എന്നുള്ളത് നിഷേധാർത്ഥത്തിലാണ്. വലാ തഅമലൂന മിൻ അമലിൻ, ജനങ്ങളെ നിങ്ങൾ ആരും ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ഇല്ലാ കുന്നാ അലൈക്കും, നാം നിങ്ങളുടെ മേൽ ആയിട്ടല്ലാതെ. ഷുഹൂദൻ, സാക്ഷിയായിട്ടല്ലാതെ. ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ. വമാ യഅ്സുബു അൻ റബ്ബിക, അഅ്സബ അൻ, അകന്നു പോകുകയാണ്, അകല. വമാ യഅ്സുബു അൻ റബ്ബിക, താങ്കളുടെ നാഥനിൽ നിന്ന് അകലുന്നില്ല. മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു അണുമണിത്തൂക്കം പോലും. വലാ ഫിസ് സമാഇ, ആകാശത്തു നിന്നും. വലാ അസ്ഗറ മിൻ ദാലിക, അതിനേക്കാൾ ചെറുതും. ഈ അണുവിനേക്കാൾ ചെറുതുണ്ടെങ്കിൽ അതും അല്ലാഹുവിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല. വലാ അക്ബറ, വലുതും മറയുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായ ഒരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ സംഭവിക്കുന്നുമില്ല. എല്ലാം നിർണിതമായ നിശ്ചിതമായ രേഖ അനുസരിച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചം അല്ലാഹു തആല നേരത്തെ പ്രോഗ്രാം ചെയ്തതനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക. ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അത് അള്ളാഹ് എഡിറ്റ് ചെയ്ത് മാറ്റണം. നേരത്തെ നിശ്ചയിത് അള്ളാഹ്ക്ക് തോന്നുന്നത് അപ്പക്കപ്പങ്ങ് ചെയ്യല്ല. എല്ലാം ഒരു കിതാബിലുണ്ട്, ലൗഹുൽ മഹ്ഫൂദ്. അതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അത് നമ്മൾ അള്ളാഹുവിൻ്റെ
അദൃശ്യജ്ഞാന ഗൈബിയായ ജ്ഞാനം, അത് നമ്മൾ നേരത്തെ സൂറത്ത് അൻആമിൽ 59-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എന്താണ് ഇതിവിടെ പറഞ്ഞതിൻ്റെ പ്രസക്തി എന്താണ്? ഇങ്ങനെ ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്ന, ഖുർആനിനെ എതിർക്കുന്ന, അള്ളാഹുവിനെ പോലും വിമർശിക്കുന്ന ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗികളിൽ നിന്ന് നിരന്തരമായി ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ അക്രമം ചെയ്താൽ ഇവർ പരലോകം ഓർക്കണില്ലേ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിനെ എതിർക്കുക, പരിഹസിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക, ഖുർആൻ പ്രവാചകൻ്റെ കൃത്രിമ സൃഷ്ടിയാണെന്ന് പറയുക, മാനസികമായി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും സമ്മർദ്ദത്തിലാക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ നാളെ പരലോകം സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് എന്ത് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അതിൻ്റെ മുമ്പ് ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സമാധാനവും ശാന്തിയും കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള വിമുക്തിയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അവരെ ഓർമ്മപ്പെടുത്തിയിട്ടും അവർ ഈ എതിരാളികൾ അവരുടെ നിലപാടിൽ നിന്ന് വല്ലാതെ ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ പ്രവാചകനെ അല്പമൊന്ന് ആശ്വസിപ്പിക്കുകയാണ്. പ്രവാചകരെ, താങ്കൾ അവർക്ക് ഓതി കേൾപ്പിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, താങ്കൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഈ ഖുർആനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനോടുള്ള അവരുടെ പ്രതികരണം, അവരുടെ വിമർശനം, എതിർപ്പ്, അവർ ചെയ്യുന്ന ഓരോന്നും ഇവിടെയൊക്കെ അള്ളാഹ് ഉണ്ട് കേട്ടോ. അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹിൻ്റെ കൺമുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്. താങ്കളുടെ പ്രവർത്തനം അള്ളാഹ് അറിയുന്നുണ്ട്, അള്ളാഹ് നിരീക്ഷിക്കുന്നുണ്ട്. താങ്കളുടെ പ്രതിയോഗികൾ താങ്കളെ പരാജയപ്പെടുത്താൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു പോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. താങ്കൾ ബേജാറാവണം, താങ്കളുടെ കൂടെ നമ്മളുണ്ടാകും. പ്രതിയോഗികളെ, എതിരാളികളെ അള്ളാഹു തആല അല്പം ഒന്ന് പേടിപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും നമ്മളുടെ കൺമുമ്പിലാണ് ചെയ്യുന്നത്. അതിനപ്പുറം നിങ്ങൾ എത്രത്തോളം, നമ്മുടെ നാട്ടിൽ നാടൻ ചൊല്ലുണ്ടല്ലോ, ഒരു ചെള്ളി തുള്ളിയാൽ എങ്ങനെയാണ് ചട്ടിയോളം എന്നൊക്കെ പറഞ്ഞ് കാണും. മീൻ തുള്ളിയാൽ ചട്ടിയോളം ഏറിയ എവിടുക്ക എത്തുക? ചട്ടിയിൽ വന്ന് വീഴും എന്ന് വെച്ചാൽ അവസാനം പിടികൂടപ്പെടും എന്നാണ് അതിൻ്റെ പൊരുൾ. എങ്ങനെ നമ്മൾ പറയും, ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയാൽ ചട്ടിയോളം, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ. ആണ് അവരേറെ തുള്ളിയാൽ മുട്ടോളം തുള്ളും, അവിടുന്ന് തുള്ളിയാലോ ചട്ടിയിലായിരിക്കും, അഥവാ ശിക്ഷയിലേക്കായിരിക്കും. അതാണ് അള്ളാഹ് അവരെ പറഞ്ഞ ഓർമ്മപ്പെടുത്തും. പ്രവാചകനെയും ആശ്വസിപ്പിക്കുകയാണ്, താങ്കൾ ബേജാറാവണ്ട, താങ്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, താങ്കൾ ഓതി കേൾപ്പിക്കുന്ന ഖുർആൻ നമ്മളെ മുമ്പിലാണ് ചെയ്യുന്നത്, അതിന് അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് അതും നമ്മുടെ മുമ്പിലാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ അർത്ഥം. അതാണ് നേർക്കുനേരെയുള്ള സന്ദേശം. പിന്നെ ഇതിൽ വരികൾക്കിടയിലുള്ള കാര്യങ്ങൾ എന്താണ്? അള്ളാഹു അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം നടക്കില്ല, അള്ളാഹു രേഖപ്പെടുത്താത്ത ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോൾ അത് നമുക്കും പാഠമാണ്, നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാര്യം സൂറത്തു അൻആമിലെ 59-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഒരു ആയത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ അപ്പുറമൊക്കെ ഒന്ന് മനസ്സിലാക്കിയ എളുപ്പമാണ് നമുക്ക്. ഇനി നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവാൻ നല്ലതാണ്. ഇത് കഴിഞ്ഞാൽ പേജ് നമ്പർ 134. 134 ഒടുവിൽ ആ പേജിൽ അവസാനത്തെ ആയത്ത് 134. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. കണ്ടോ? മഫാത്തിഹുൽ ഗൈബ് എന്ന അദൃശ്യങ്ങളുടെ താക്കോൽ. അദൃശ്യങ്ങൾ തുറക്കണമെങ്കിൽ ഒന്നെ തുറക്കണം. അതാണ് അതിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിൽ. അത് തുറന്ന് കാണാനും അറിയാനും ഒക്കെ അവന് മാത്രമേ കഴിയൂ. അവൻ്റേതാണ് അദൃശ്യങ്ങളൊക്കെ. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അതറിയുകയില്ല. വയഅലമു മാഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ളതൊക്കെ അവൻ അറിയുന്നു. കടലിലും കരയിലുമുള്ളതൊക്കെ അറിയുന്നതാണ്. കടലിൽ കുറേ വെള്ളമുണ്ട്, അവിടെ കുറേ ജീവികളുണ്ട്. കരയിൽ ഇങ്ങനെയൊക്കെയാണ്, മണ്ണാണ്, അവിടെ കുറേ മനുഷ്യരും മൃഗങ്ങളും ജീവികളും. ഇതല്ലല്ലോ, അത് നമുക്കറിയുന്ന കാര്യമാണ്.
അതിനപ്പുറം അള്ളാഹുവിന് അറിയും എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഓരോരോ അണുമണിത്തൂക്കവും അടക്കവും അനക്കവും, കടലിന് അഗാധതയിലുള്ള, ഭൂമിയുടെ വിശാലതയിലുള്ള എന്തൊക്കെ കർമ്മങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു അതൊക്കെ അള്ളാഹ് അറിയും. തെസ്കുത്തുമിൻ വറക്കത്തിൽ അതിനൊന്ന് വിശദീകരിക്കും. ഒരു ഇലയും പൊഴിയുന്നില്ല ഇല്ല യഅലമുഹ, അവൻ അറിയാതെ. ഒരു ഇല വീണതും ഒരു പുളിൻ്റെ ഇല വീണത് പോലും അല്ലാഹുവിന് അറിയാം. സുബ്ഹാനല്ലാഹ്. ഇത് ഒരു സ്ഥലത്തെ ഒന്നല്ല, ലോകവ്യാപകമായി, പ്രപഞ്ചവ്യാപകമായി. വലാ ഹബ്ബത്തിൻ ഫി ളുലുമാത്തിൽ അർളി, ഭൂമിയുടെ ഇരുട്ടുകളിൽ കിടക്കുന്ന ഒരു വിത്ത്, വലാ റത്ബിൻ, അത് പച്ചയാവട്ടെ, വലാ യാബിസിൻ, ഉണങ്ങിയതാവട്ടെ, ഇല്ല ഫി കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായ രേഖയിലുള്ളതാണ്. ഒരു ഇല എവിടെ വീഴണം, എപ്പോൾ വീഴണം, ഒരു വിത്ത് എവിടെയുണ്ട്, എവിടെയാണത് മുളക്കേണ്ടത്, ഈ വിത്ത് ഇവിടുന്ന് ദൂരെ പോയി മുളക്കേണ്ടതുണ്ടോ, നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ടോ, മൃഗങ്ങളുടെ ശരീരം ഉരസിക്കൊണ്ട് പോവുക, പക്ഷികൾ കൊണ്ടുപോവുക, ഇതൊക്കെ വ്യക്തമായൊരു രേഖയിൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമുക്ക് അറിയുന്നതാണ്. സൂറത്തു ഖാഫിലെ വചനമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര സ്വകാര്യമാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളും ആരും അറിയില്ലെന്ന് വെച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികളും, കുൽസിത വൃത്തികൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ അങ്ങനെയാണല്ലോ. ഇതൊക്കെ അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് പ്രവാചകരെ അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയെ നമ്മൾ വെറുതെ വിട്ടിരിക്കുകയല്ല, അങ്ങയുടെ മേൽനോട്ടം നമ്മുടെ അടുക്കൽ തന്നെ ഉണ്ട്. കുറച്ച് പ്രയാസം ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു പരീക്ഷണമാണ്. പ്രവാചകന്മാരാകുമ്പോൾ കൂടുതൽ പരീക്ഷണമുണ്ടാകും. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളവും അവർ ഈ വേദ സത്യങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് അല്ലാഹു തആല പരീക്ഷിച്ചും നിരീക്ഷിച്ചും തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് അതിൻ്റെയൊക്കെ ആശയം. വമാ തകൂനു ഫീ ഷൈഇൻ എന്നുകൂടെ അർത്ഥം പറയാം. നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര സ്വകാര്യമായും എത്ര രഹസ്യമായും ചെയ്യുന്ന തിന്മകളാണെങ്കിലും അള്ളാഹു അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മിൽ നിന്ന് എല്ലായ്പ്പോഴും നന്മ മാത്രം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതൊക്കെ രേഖ അനുസരിച്ച് നടക്കുകയാണ്. ആ രേഖയിൽ തിരുത്തൽ വേണമെങ്കിൽ നമ്മൾ മനസ്സ് വെക്കണം, നമ്മൾക്ക് എന്താണ് ആഗ്രഹം. സത്യമാർഗത്തിൽ, സന്മാർഗത്തിൽ, നേർമാർഗത്തിൽ മുന്നേറാണെങ്കിൽ അതിനനുസരിച്ച് അല്ലാഹു തആല നമുക്ക് അവൻ തിരുത്തി തരും. നമ്മൾ ആ സന്മാർഗത്തിൽ അങ്ങനെ കൊണ്ടുപോകും. അല്ല, ദുർമാർഗത്തിൽ പോകണമെന്നാണെങ്കിൽ അതിനും അല്ലാഹു തആല നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കും. വമാ തകൂനു ഫീ ഷൈഇൻ, താങ്കൾ ഒരു കാര്യത്തിലും ഏർപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ആകുന്നില്ല. വമാ തത്ലുവ മിൻഹു, ആ വിഷയത്തിൽ താങ്കൾ ഓതി കേൾപ്പിക്കുന്നുമില്ല. മിൻ ഖുർആനിൻ, ഖുർആനിൽ നിന്ന്. വലാ തഅമലൂന, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ താങ്കൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, താങ്കൾ ഓതി കേൾപ്പിക്കുന്ന ഖുർആനും അതൊക്കെ അള്ളാഹു കണ്ടും അറിഞ്ഞും കേട്ടും നിരീക്ഷിച്ചും തന്നെയാണ് ഉള്ളത്. താങ്കളെ അള്ളാഹ് ഒഴിച്ചു വിട്ടിട്ടൊന്നുമില്ല. അതേപോലെ വലാ തഅമലൂന മിൻ അമലിൻ, ജനങ്ങളോട് പറയാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും ഇല്ല. ഇല്ലാ കുന്നാ അലൈക്കും ഷുഹൂദൻ, നാം നിങ്ങളുടെ മേൽ സാക്ഷിയായിട്ടല്ലാതെ. സാക്ഷിയാവുക പറഞ്ഞാൽ ഞാനതിന് സാക്ഷിയായിരുന്നു, സാക്ഷി വിസ്താരമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ, അത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നേർക്കുനേരെ കണ്ടിട്ടുണ്ടോ, നീ അവിടെ ഉണ്ടായിരുന്നോ എന്നാണ്. ഇവിടെ അള്ളാഹ് പറയുന്നത് ഞാൻ അവിടെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലുമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇല്ലാ കുന്നാ അലൈക്കും ഷുഹൂദ, ഷാഹിദ്, ഷുഹൂദ് എന്നാണ് കൂടുതലായി സാക്ഷിത്വം എന്ന് വെച്ചാൽ പൂർണ്ണമായ സാക്ഷിയായി അള്ളാഹു ഉണ്ടാകും. നമുക്കറിയണേക്കാളും നമ്മൾ തമ്മിൽ ഇപ്പോൾ എത്ര അടുത്തുണ്ടോ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനറിയാം. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ ഈ കണ്ണിന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം മാത്രമേ കാണൂ, അതിൻ്റെ അപ്പുറമുള്ളത് അറിയില്ല, ഉള്ളിലെ മനസ്സിലെ കാര്യം അറിയില്ല. ഇതൊക്കെ അള്ളാഹു സാക്ഷിയായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് തുഫീലൂന ഫീ, അഫാല ഫീൽ പറഞ്ഞാൽ ഏർപ്പെടുക, ഒഴുകാൻ നിർത്തണ്ട. ഫൈലാൻ എന്ന വെള്ളപ്പൊക്കം, ഫാല ഒഴുകി. ഇത് തുഫീലൂന ഫീഹി, നിങ്ങളെ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ സാക്ഷിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അള്ളാഹു ഇതിന് സാക്ഷിയാണ്. അള്ളാഹു സാക്ഷിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കർമ്മം നിർവഹിക്കുമ്പോൾ അള്ളാഹു അതിന് സാക്ഷിയാണ്. അദ്ദേഹത്തെ ഉപദ്രവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രതിയോഗികളുടെ നിലപാടിനും അള്ളാഹു തആല സാക്ഷിയാണ്. വമാ യഅസുബു അൻ റബ്ബിക, അഅസബ യഅസുബു, അകന്നു പോകുക, അൻ അഅസബ എന്ന അകന്നു പോകുന്നില്ല,
അൻ റബ്ബിക താങ്കളുടെ റബ്ബിൽ നിന്നും മിൻ മിസ്കാലി ദർറത്ത് എന്ന അണുമണി തൂക്കമാണ്, അണുമണിയാണ്. മിസ്കാലാണ് തൂക്കാണ്, അണുവാണ്. അണു എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്തതെന്നായിരുന്നു പണ്ട്, ഇന്ന് വിഭജിക്കാൻ പറ്റും എന്നാണ്. അതിനെപ്പറ്റി ശാസ്ത്രം പഠിച്ച ആൾക്കാരാണ് പറയേണ്ടത്. ദർറ ഏറ്റവും ചെറിയ അംശമാണ് ദർറ എന്ന് പറയുക, ഒരു അണു. മിസ്കാൽ എന്ന ഭാരം, സിക്കല് നസ്കാല് എന്നൊക്കെ നമ്മൾ പഠിച്ച വാക്കാം. മിൻ മിസ്കാലി ദർറത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ അണുവിൻ്റെ തൂക്കം പോലും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല, അഥവാ അള്ളാഹുവിൻ്റെ കൺമുമ്പിലാണ്. വലാഫിസ്സമായി, ആകാശത്തുമില്ല, ആകാശത്തും ഭൂമിയിലും എത്ര നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കാഴ്ചയിലും അറിവിലും തന്നെയാണ്, നിയന്ത്രണത്തിലും തന്നെയാണ് അതൊക്കെയും നടക്കുന്നത്. വല അസ്ഗറ മിൻ ദാലിക, അതിനേക്കാൾ ചെറുത്, ഇനി അണുവിനേക്കാൾ ചെറുതുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന്, നിയന്ത്രണത്തിൽ നിന്ന്, അവൻ്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞതല്ല. വല അക്ബറ, വലുതും അതിനേക്കാൾ വലുതും, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായ ഒരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അപാരമായ, അറ്റമില്ലാത്ത, അതിരില്ലാത്ത കഴിവുകളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പരമപരിശുദ്ധനാണ്. നമ്മളൊക്കെ എത്ര നിസ്സാരന്മാരാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന, നേർക്കുനേരെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പിൻഭാഗം പോലും കാണാൻ പറ്റണില്ല, അതിൻ്റെ അപ്പുറമുള്ള മറ കാണാൻ പറ്റണില്ല, മനസ്സറിയുന്നില്ല. പക്ഷെ അള്ളാഹ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും തന്നെയാണ് ചുരുക്കം. മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും. നിത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈ വിഷയത്തിലൊക്കെ വന്നു പോയിട്ടുള്ള സ്വകാര്യമായ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരുമാറാകണേ രക്ഷിതാവേ. ഞങ്ങളിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളുമുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് നീ ദൂരീകരിച്ച് പൂർണ്ണമായ ആരോഗ്യം നൽകുമാറാകണം. സാമ്പത്തികമായ പ്രയാസങ്ങൾ ദൂരീകരിച്ച് ഞങ്ങൾക്ക് നീ ഹിന, ഐശ്വര്യം നൽകി സഹായിക്കണേ രക്ഷിതാവേ. മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ ലോകക്രമത്തെ നീ മാറ്റി തരുമാറാകണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.